സ്വന്തം ഹൃദയം എറിഞ്ഞുടക്കാനുള്ള കല്ല് പലപ്പോഴും നമ്മൾ തന്നെ മറ്റുള്ളവരുടെ കയ്യിൽ കൊടുക്കാറുണ്ടെന്നതാണ് സത്യം. വിജയിക്കാൻ ഞാൻ എടുത്ത തീരുമാനം ശക്തമാണെങ്കിൽ പരാജയം ഒരിക്കലും എന്നെ മറികടക്കുകയില്ല. സങ്കടങ്ങൾ മനസ്സിൽ നിറയുമ്പോഴും കണ്ണുകൾ തുളുമ്പാതെ പുഞ്ചിരി തൂകാൻ കഴിയുന്ന മനസ്സിനെ ആർക്കും പരാജയപ്പെടുത്താൻ കഴിയില്ല. ജീവിതത്തിൽ എന്ത് നേടിയാലും അതെല്ലാം ഒരിക്കൽ നഷ്ടമാകും എന്ന് ചിലർ പറയും. പക്ഷേ ഒരിക്കലും നഷ്ടമാകാത്ത ചിലതുണ്ട്. ആഴത്തിൽ വേരൂന്നിയ ചിലരുടെ ഓർമ്മകൾ. ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ നിങ്ങൾ അർഹിക്കുന്ന കാര്യങ്ങളും മറക്കേണ്ടി വരും. നമ്മുടെ സാന്നിധ്യം കൊതിക്കുന്ന, നമ്മുടെ സ്നേഹത്തിനായി ദാഹിക്കുന്ന, അതിൽ ആഹ്ലാദിക്കുന്ന, എന്നും നമുക്കായി പ്രാർത്ഥിക്കുന്ന കുറച്ച് മനുഷ്യരാണ് ജീവിതത്തിൽ നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം. എല്ലാ നിഷേധാത്മക കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ മറ്റൊരാളുടെയും പ്രേരണ കൂടാതെ സ്വയം അകന്നു പോകുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ മനോഹരമായ കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ സംശയങ്ങൾ മാത്രമായിരിക്കും നാളെയെക്കുറിച്ചുള്ള നമ്മുടെ സാക്ഷാത്കാരത്തിന്റെ ഏക പരിധി. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി മാറ്റാൻ കഴിയില്ല, പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ശീലങ്ങൾ മാറ്റാൻ കഴിയും. തീർച്ചയായും നിങ്ങളുടെ ശീലങ്ങൾ നിങ്ങളുടെ ഭാവിയെ മാറ്റും. നമ്മുടെ സ്വപ്നങ്ങളെ പിന്തുടരാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ നമുക്ക് അത് തീർച്ചയായും സാക്ഷാത്കരിക്കാൻ സാധിക്കും. ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയുടെ തുടക്കത്തിലെ നമ്മുടെ മനോഭാവമാണ് മറ്റെന്തിനേക്കാളും അതിന്റെ വിജയകരമായ ഫലത്തെ ബാധിക്കുക. ഓരോ നോവുകളും ജീവിക്കാൻ നമ്മെ പാകപ്പെടുത്തുമ്പോഴാണ് ഓരോ തിരസ്കാരവും ഉയരാനുള്ള വാശി നമ്മൾ നിറക്കുകയും ചെയ്യുന്നു. ദൂരം ഒരു ബന്ധവും നശിപ്പിക്കുന്നില്ല. കാലം ഒരു ബന്ധവും ഉണ്ടാക്കുന്നുമില്ല. വികാരങ്ങൾ ഹൃദയത്തിൽ നിന്നുള്ളതാണെങ്കിൽ ബന്ധങ്ങൾ എപ്പോഴും വജ്രം പോലെ തിളങ്ങും. ജയിക്കുന്നവർ തോൽവിയെ ഭയപ്പെടുന്നില്ല. എന്നാൽ പരാജിതർ പരാജയം അനിവാര്യമാണെന്ന കാര്യം മറന്നുപോകുന്നു. നിങ്ങൾ തോൽവിയിൽ നിന്നും ഒളിച്ചോടാൻ തീരുമാനിച്ചാൽ വിജയം നിങ്ങളിൽ നിന്നും അകന്നുപോകും. ഒരാളെ വേദനിപ്പിക്കാൻ നമുക്ക് കഴിയും, വേദന മാറ്റിക്കൊടുക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് ആരോടും കാര്യമറിയാതെ ദേഷ്യപ്പെടരുത്. വാക്കുകൾ കൊണ്ട് ആരെയും വേദനിപ്പിക്കരുത്. വിജയിക്കാനുള്ള നിങ്ങളുടെ സ്വന്തം ആഗ്രഹം മറ്റേതൊരു കാര്യത്തേക്കാളും പ്രധാനമാണ് നീ എപ്പോഴും ഓർക്കുക. സ്വപ്നം കാണുക, ആ സ്വപ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, ആ ചിന്തകളെ പ്രവൃത്തിയിലൂടെ സ്വന്തമാക്കുക. ഒരു പ്രാവശ്യം കണ്ടാൽ അത് സ്വപ്നം, 2 പ്രാവശ്യം കണ്ടാൽ അത് ആഗ്രഹം, പല പ്രാവശ്യം കണ്ടാൽ അത് ലക്ഷ്യം. നിങ്ങളുടെ കണ്ണുനീരിന്റെ വില അറിയാത്തവർക്ക് വേണ്ടി ഒരിക്കൽ പോലും നിങ്ങൾ കരഞ്ഞു പോകരുത്. തകർച്ചയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും നിരാശയ്ക്ക് ഒരു സ്ഥാനവും നൽകാതിരിക്കുക. മഹത്തായ പല വിജയങ്ങൾക്ക് പിന്നിലും ശക്തമായ തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാ പുരുഷന്മാരെയും മനസ്സിലാക്കാൻ ഒരു സ്ത്രീക്ക് ഒരു പുരുഷനെ മാത്രം നന്നായി അറിഞ്ഞാൽ മതി. എന്നാൽ ഒരു പുരുഷൻ എത്ര സ്ത്രീകളെ അറിഞ്ഞാലും അവരിൽ ഒരാളെ പോലും പൂർണ്ണമായും മനസ്സിലാക്കുന്നില്ല. മോഹിച്ചത് കിട്ടണമെന്നില്ല, പക്ഷേ മോഹിക്കാതെ കിട്ടുന്നത് ചിലപ്പോൾ മോഹങ്ങൾക്കും അപ്പുറമായിരിക്കും. നല്ല സൗഹൃദങ്ങൾ നൽകിയ സ്നേഹം എത്ര അകലങ്ങളിൽ നിന്നാണെങ്കിലും മനസ്സിൽ നിന്നുമായില്ല. സങ്കടങ്ങൾ അനുഭവിച്ചാൽ മാത്രമേ നമ്മൾക്ക് സന്തോഷത്തിന്റെ വില മനസ്സിലാകൂ. അതിനാൽ നമ്മുടെ സങ്കടങ്ങൾ നമ്മുടെ പരാജയമായി കണക്കാക്കരുത്. നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ ഉള്ളടക്കം നിങ്ങളുടെ തന്നെ ശീലങ്ങളാണ്. അനുദിനം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാമാണ് ഇഷ്ടപ്പെടുന്നത്, നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്, എന്തെല്ലാമാണ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്, അതെല്ലാം വ്യക്തിത്വമായി പരിണമിക്കുന്നു. ഒരു വ്യക്തി ശുദ്ധമായ മനസ്സോടെ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നുവെങ്കിൽ സന്തോഷം അവനെ ഒരിക്കലും വിട്ടുപോകാതെ നിഴൽ പോലെ അവനെ പിന്തുടരുന്നു. മോഹിച്ചത് കിട്ടണമെന്നില്ല, പക്ഷേ മോഹിക്കാതെ കിട്ടുന്നത് ചിലപ്പോൾ മോഹങ്ങൾക്കും അപ്പുറമായിരിക്കും. നല്ല സൗഹൃദങ്ങൾ നൽകിയ സ്നേഹം എത്ര അകലങ്ങളിൽ ആണെങ്കിലും മനസ്സിൽ നിന്നുമായില്ല. നിങ്ങൾ മറ്റുള്ളവരെ അമിതമായി ആശ്രയിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായി ഒരു ജീവിതം നയിക്കാൻ കഴിയില്ല.
ഒരു വ്യാജ വാഗ്ദാനത്തേക്കാൾ വ്യക്തമായ തിരസ്കരണം ആണ് എപ്പോഴും നല്ലത്. നിങ്ങളുടെ ചിന്തയുടെ ഗുണനിലവാരം പോലെ ആയിരിക്കും നിങ്ങളുടെ സന്തോഷവും. നിങ്ങൾ നിങ്ങളെത്തന്നെ മതിയാവോളം സ്നേഹിക്കുക. മറ്റൊരാൾക്ക് മുന്നിലും നിങ്ങളുടെ മൂല്യം ഇടിയാൻ അവസരം നൽകരുത്. തനിച്ചിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ വളരെ നല്ല സുഹൃത്തുക്കളായിരിക്കും. നേതാക്കൾ പരിഹാരങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. അനുയായികൾ പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. സ്ത്രീകൾ പൊതുവെ പ്രായം കൂടിയ പുരുഷന്മാരെയാണ് ഇഷ്ടപ്പെടുന്നത്. കാരണം അവർ കൂടുതൽ പക്വത ഉള്ളതായിട്ടും കാര്യബോധം ഉള്ളതായിട്ടും അവർ കരുതുന്നു. എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ എനിക്ക് ചെറിയ കാര്യങ്ങൾ മികച്ച രീതിയിൽ ചെയ്യാൻ കഴിയും. മറ്റൊരു ലക്ഷ്യം വെക്കുന്നതിനോ പുതിയ സ്വപ്നം കാണുന്നതിനോ നിങ്ങൾക്ക് ഒരിക്കലും പ്രായമായിട്ടില്ല. നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കടക്കുക. നിങ്ങൾ പുതിയ എന്തെങ്കിലും ശ്രമിക്കുമ്പോൾ അസ്വസ്ഥതയും അസ്വസ്ഥതയും അനുഭവിക്കാൻ നിങ്ങൾക്ക് തയ്യാറാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വളരാൻ കഴിയൂ. പരിശ്രമിക്കാൻ മടിയുള്ളവർക്ക് എല്ലാം അസാധ്യമാണ്. എന്നാൽ പരിശ്രമശാലികൾക്ക് എല്ലാം സാധ്യമാണ്. നിശബ്ദതയേക്കാൾ മനോഹരമായ കാര്യമാണ് നിങ്ങൾ പറയാൻ പോകുന്നതെങ്കിൽ മാത്രം വായ തുറക്കുക. സ്വപ്നം കാണാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനും കഴിയും. വെറും സ്വപ്നങ്ങൾ കാണാൻ മാത്രം ഉള്ളതാകരുത് നമ്മുടെ ജീവിതം. സ്വപ്നം കാണുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യാനുള്ളതാണ്. പിന്നിട്ട വഴികളിലെ അനുഭവം പിന്നിടുവാനുള്ള വഴികളിലെ പ്രതീക്ഷയുമാണ് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനുള്ള ഊർജം. മറ്റുള്ളവർ എത്ര മോശമായി നിങ്ങളോട് പെരുമാറിയാലും നിങ്ങൾ തരം താഴരുത്. ശാന്തത പാലിക്കുക. ശക്തനായി നിലകൊള്ളുക. സ്വന്തം ഹൃദയം എറിഞ്ഞുടക്കാനുള്ള കല്ല് പലപ്പോഴും നമ്മൾ തന്നെ മറ്റുള്ളവരുടെ കയ്യിൽ കൊണ്ട് കൊടുക്കാറുണ്ടെന്നതാണ് സത്യം. വിജയിക്കാൻ ഞാൻ എടുത്ത തീരുമാനം ശക്തമാണെങ്കിൽ പരാജയം ഒരിക്കലും എന്നെ മറികടക്കുകയില്ല. വിജയം കാണാനും അഭിനന്ദിക്കാനും ഒരുപാട് പേരുണ്ടാകും. എന്നാൽ അതിനു മുമ്പ് നീതികേറിയ സങ്കടക്കടലുകൾ, പരിഹാസങ്ങൾ എന്നിവയ്ക്ക് വിലയിടാൻ ആർക്കുമാവില്ല. അല്ലെങ്കിൽ ആരും കാണില്ല. നാളെയുടെ പൂമൊട്ടുകൾ തേടി പോകുമ്പോൾ കൊഴിഞ്ഞുപോയ ഇന്നലകളെ മറക്കാതിരിക്കുക. ഒരിക്കൽ നമ്മോടൊപ്പം ആ ഇന്നലകൾ മാത്രമേ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങളിൽ ആളുകൾ ആദ്യം ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ പുഞ്ചിരിയും പിന്നെ നിങ്ങളുടെ കണ്ണുകളുമാണ്. സത്യമാണെങ്കിലും സന്ദർഭം ഉചിതമല്ലെങ്കിൽ പറയരുത്. ബന്ധങ്ങൾ നിലനിർത്തണം എന്ന് ആഗ്രഹിക്കുന്നവർ 1000 തെറ്റുകളെയും ക്ഷമിക്കും. ബന്ധങ്ങൾ ഒഴിവാക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ഒരു തെറ്റ് കാരണമാക്കി അവർ പോകും. നിങ്ങൾ ആളുകളെ പ്രചോദിപ്പിക്കുക, പ്രബുദ്ധരാക്കുക എന്നിവയല്ലാതെ മറ്റൊന്നും ചെയ്യില്ലെന്ന് തീരുമാനിക്കുക. ഒരു വ്യക്തിക്ക് മറ്റൊരാളെ പൂർണ്ണമായും മാറ്റാനാകില്ല. എല്ലായ്പ്പോഴും സ്വന്തം അടിത്തറയിൽ ഉറച്ചു നിൽക്കാൻ മറക്കരുത്. നമ്മുടെ തോൽവി ചിലരുടെ സ്വപ്നമായിരിക്കും. നമ്മുടെ കീഴടങ്ങൽ ചിലരുടെ ആഗ്രഹമായിരിക്കും. ഇവയ്ക്കെല്ലാം അപ്പുറം നമ്മുടെ പോരാട്ടവും നമ്മുടെ വിജയവും നമ്മുടെ മാത്രം ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിലെത്താനാണ് നാം ശ്രമിക്കേണ്ടത്. മഹത്തായ ജോലി ചെയ്യാനുള്ള ഒരേയൊരു മാർഗം നിങ്ങൾ ചെയ്യുന്നതിനെ സ്നേഹിക്കുക എന്നതാണ്. നിങ്ങൾ ഇതുവരെ അത് കണ്ടെത്തിയില്ലെങ്കിൽ തിരയുന്നത് തുടരുക. ഒരു വ്യക്തിക്ക് ഒരു രഹസ്യം ആരോടും പറയാതെ സൂക്ഷിക്കാൻ കഴിയുന്നത് 47 മണിക്കൂറും 15 മിനിറ്റുമാണ്. അത് കഴിഞ്ഞാൽ വിശ്വസ്തനായ ഒരു വ്യക്തിയോട് ഇതേപ്പറ്റി സൂചിപ്പിക്കുകയെങ്കിലും ചെയ്തിരിക്കും. ഒരു പൂവിൻ്റെ ഭംഗി ആസ്വദിക്കുന്നത് അത് പുഷ്പിച്ചു നിൽക്കുമ്പോൾ മാത്രമാണ്. അല്ലാത്തപ്പോൾ ആസ്വദിക്കാറില്ല. അതുപോലെയാണ് നമ്മുടെ ജീവിതവും. പണവും ആരോഗ്യവും സൗന്ദര്യവും ഉള്ളപ്പോൾ എല്ലാവരും ഉണ്ട്. നമ്മൾ ഒന്ന് വീണുപോയാൽ നമുക്ക് നമ്മൾ മാത്രം. നിങ്ങൾ ആത്മാർത്ഥമായി എന്തെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനായി കാത്തിരിക്കരുത്. അക്ഷമനാകാൻ സ്വയം പഠിക്കുക. എപ്പോഴും നിങ്ങളുടെ പരമാവധി ചെയ്യുക. ഇപ്പോൾ നടുന്നത് പിന്നീട് വിളവെടുക്കും. താക്കോൽ ഇല്ലാതെ നിങ്ങൾക്ക് ഒരു പൂട്ടിയ വാതിൽ തുറക്കാൻ കഴിയില്ല. പ്രചോദനം കൂടാതെ വിജയത്തിലേക്കുള്ള വഴി അൺലോക്ക് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല. തകർച്ചയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും നിരാശയ്ക്ക് ഒരു സ്ഥാനവും നൽകാതിരിക്കുക. മഹത്തായ പല വിജയങ്ങൾക്ക് പിന്നിലും ശക്തമായ തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു. ജീവിതം മനോഹരമാക്കാൻ ഒരു വഴിയേ ഉള്ളൂ. തേടിപ്പോകാതെ തേടി വരുന്നവരെ ചേർത്തുപിടിച്ചാൽ മതി. ജീവിതത്തിൽ എന്ത് നേടിയാലും അതെല്ലാം ഒരിക്കൽ നഷ്ടമാകും എന്ന് ചിലർ പറയും. പക്ഷേ ഒരിക്കലും നഷ്ടമാകാത്ത ചിലതുണ്ട്. ആഴത്തിൽ വേരൂന്നിയ ചില ഓർമ്മകൾ.
മനുഷ്യൻ ജനിക്കുമ്പോൾ ശ്വാസം ഉണ്ടാകും, പേരുണ്ടാകില്ല. മരിക്കുമ്പോൾ ശ്വാസമുണ്ടാകില്ല, പേരുണ്ടാകും. ഈ വിശ്വാസവും പേരും തമ്മിലുള്ള അകലം ആണ് ജീവിതം.